നമസ്കാരം. രാഷ്ട്രീയവും ഭരണവും കള്ളക്കളിയായി മാറുകയാണോ? പൂക്കോട് കേരളത്തിൽ തന്നെയാണ്. അവിടെ സിദ്ധാർത്ഥൻ ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് സ്വയം ജീവനൊടുക്കിയത് കേരളത്തിൽ നടന്ന സംഭവം തന്നെയാണ്. അതിൽ നിന്ന് കുറ്റാരോപിതരായ ആർക്കും ഒളിച്ചോടാൻ കഴിയില്ല. ഇനി ഒളിച്ചോടാൻ അധികാരം കൈയാളുന്നവൻ ഒത്താശ ചെയ്യാൻ ശ്രമിച്ചാലും കുറ്റം കുറ്റമല്ലാതെയും ആകുന്നില്ല. കാര്യം എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാനും അവരുടെ കണ്ണുകൾ മൂടിക്കെട്ടാനും കഴിയില്ല എന്നത് കൊണ്ട് തന്നെ രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി സമരം കടുപ്പിച്ച് പ്രതിപക്ഷത്തിന്റെ വായടയ്ക്കുന്നതിനും മകന്റെ വേദനയിൽ സ്വയം ഉരുകിയില്ലാതെയാകുന്ന ആ പിതാവിന്റെ താൽക്കാലിക ആശ്വാസത്തിനു വേണ്ടിയായിരുന്നു തിടുക്കപ്പെട്ട് നമ്മുടെ മുഖ്യമന്ത്രി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഈ മാസം 9-നായിരുന്നു സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിതാവ് ജയപ്രകാശിന് നൽകിയ ഉറപ്പ്. പക്ഷേ അതും കടന്നൊരാഴ്ച പിന്നിട്ട് 16-ന് കേന്ദ്രത്തിന് വിജ്ഞാപനം കൈമാറിയെന്ന് സർക്കാർ വൃത്തങ്ങൾ കഴിഞ്ഞ ദിവസം വരെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ടോ ഇതുവരെയായി വിവരങ്ങളൊന്നും തന്നെ കേന്ദ്രത്തിന് കൈമാറിയില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നത്. അതേസമയം കൈമാറിയതാകട്ടെ കൊച്ചിയിലെ യൂണിറ്റിൽ. ഇത്രയ്ക്കുണ്ട് കേരളം മുഴുവൻ ചർച്ചയായി മാറിയ കേസിന്മേലുള്ള അധികാരികളുടെ ഉത്തരവാദിത്വം. കേസ് CBIക്ക് വിടാനുള്ള വിജ്ഞാപനം ഇറങ്ങി 1 മാസത്തോളം അടുക്കുമ്പോൾ മാത്രമാണ് രേഖകളുമായി ഒരാൾ ഡൽഹിയിലേക്ക് പോയത്. ഇതിനിടയിൽ എന്തൊക്കെ സംഭവിക്കാം? സംസ്ഥാന പോലീസിന്റെ അന്വേഷണം നേരായ ദിശയിൽ നടക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് കേസ് CBIക്ക് വിടണമെന്ന ആവശ്യവുമായി സിദ്ധാർത്ഥിന്റെ പിതാവ് മുഖ്യമന്ത്രിയെ സമീപിച്ചത്. തിടുക്കപ്പെട്ട് രണ്ടാമതൊന്നും ആലോചിക്കാതെ മുഖ്യമന്ത്രി ആ പിതാവിന്റെ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു. താൻ ശുപാർശ ചെയ്ത അന്വേഷണത്തിന്റെ വിജ്ഞാപനം യഥാസമയം കേന്ദ്രത്തിലേക്ക് അയക്കാൻ വകുപ്പിലുള്ള വമ്പന്മാർക്ക് സാധിക്കുന്നുണ്ടോ എന്നറിയാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്താൻ മുഖ്യമന്ത്രി മറന്നുപോയെങ്കിൽ അത് കുറ്റകരമായ അനാസ്ഥ തന്നെയാണ്. DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ തന്നെ ചുമതലപ്പെടുത്തി രേഖകൾ കൃത്യമായി എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ മുഖ്യമന്ത്രി വൈമനസ്യം കാട്ടിയെന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ നമുക്ക് ഉറപ്പിക്കേണ്ടി വരും. ആ നിരുത്തരവാദപരമായ പ്രവൃത്തിയുടെ ഉദാഹരണമാണ് ഈ രേഖകൾ കൊച്ചിയിലേക്ക് പോയതും ദിവസങ്ങൾ ഇത്രയും കടന്നുപോയതും. തെളിവുകൾ നശിപ്പിക്കാൻ ഇത്രയും ദിനം തന്നെ ധാരാളമെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും ബോധ്യമാകും. ഇനി വിജ്ഞാപനം മാത്രം മതിയാകുമോ CBIക്ക് അന്വേഷണം ആരംഭിക്കാൻ? പോരെ തന്നെ. കേസിന്റെ FIRന്റെ പരിഭാഷപ്പെടുത്തിയ പകർപ്പും അന്വേഷണത്തിന്റെ നാൾ വഴികളും അടങ്ങിയ പ്രൊഫോമ റിപ്പോർട്ട് കൂടി നൽകിയാൽ മാത്രമേ CBIക്ക് ഈ കേസിന്മേലുള്ള അന്വേഷണം ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. അന്വേഷണം ആരംഭിക്കുന്നതിന് അല്ല, അന്വേഷിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ തന്നെ കാര്യങ്ങൾ ഏറെക്കുറെ കൈവിട്ട മട്ടിലാണുള്ളത്. ഇതിനിടയിൽ മുഖ്യമന്ത്രി മുഖം രക്ഷിക്കുന്നതിന്റെ ഭാഗമായി 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചു. ഡെപ്യൂട്ടി സെക്രട്ടറി VK പ്രശാന്ത, സെഷൻ ഓഫീസർ ബിന്ദു, ഓഫീസ് അസിസ്റ്റന്റ് അഞ്ജു എന്നിങ്ങനെ 3 പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് വകുപ്പിന്റെ മുഖം രക്ഷിച്ചത്. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കുണ്ടായ വീഴ്ചയാണ് ഇതോടെ വെളിവാടുന്നത്. ആഭ്യന്തര വകുപ്പിലെ M സെഷനിലുള്ള ഉദ്യോഗസ്ഥരാണ് രേഖകൾ കൈമാറേണ്ടത്. 9-ന് വിജ്ഞാപനം ഇറങ്ങിയെങ്കിലും 16-ന് മാത്രമാണ് വിജ്ഞാപനം CBIക്ക് കൈമാറിയത്. 20-ന് പ്രൊഫോമ തയ്യാറാക്കാൻ DGP ആവശ്യപ്പെട്ടിട്ടും വകുപ്പിലെ ഈ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്നും റിപ്പോർട്ടിൽ, അതായത് സസ്പെൻഷൻ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം അന്വേഷണ റിപ്പോർട്ട് CBIക്ക് കൈമാറാത്തതിൽ ഇവർ മാത്രമല്ല ഉത്തരവാദികൾ എന്ന് തന്നെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ ഉറപ്പിച്ചു പറയുന്നു. ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ ചോദ്യം ന്യായമാണ്. 9-ന് വിജ്ഞാപനം ഇറങ്ങിയിട്ടും ഇത്രകാലം ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് അദ്ദേഹം ഉയർത്തുന്ന ചോദ്യം. ആഭ്യന്തര സെക്രട്ടറിക്കെതിരെയും അന്വേഷണം വേണമെന്നും അച്ഛൻ ജയപ്രകാശ് ആവശ്യപ്പെടുന്നു. അന്വേഷണം വൈകുന്നത് ചൂണ്ടിക്കാട്ടി സിദ്ധാർത്ഥിന്റെ ഈ പിതാവ് ഗവർണറെ നേരിട്ട് കണ്ട് ആശങ്ക അറിയിച്ചതിനെ തുടർന്നാണ് എല്ലാവർക്കും വീണ്ടും വിചാരമുണ്ടായത്. അതുമാത്രമല്ല, കേസുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളെ തിരികെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലേക്ക് തിരികെ എത്തിക്കാനുള്ള നടപടികളും ഇതിനിടയിൽ ആരംഭിച്ചിരുന്നു. അതായത് അവരുടെ സസ്പെൻഷനൊക്കെ പിൻവലിച്ചിട്ട്. വിഷയം ഗവർണറുടെ മുന്നിൽ എത്തിയതോടെ ആ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ നിർത്തലാക്കിയ നടപടി അവസാനിപ്പിക്കുകയും ചെയ്തു. എന്താ അല്ലേ? ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം നഷ്ടപ്പെടാൻ പോകുന്നത് സംസ്ഥാനത്തിന്റെ തന്നെ പ്രതിച്ഛായയാണ്. പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും തുറന്നു കൊടുക്കുകയാണ് വകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈകിയെത്തുന്ന അന്വേഷണത്തിന് കാര്യമായ ഒരു പുരോഗതിയും ഇനിയും നീതിയും സിദ്ധാർത്ഥിനുണ്ടാകാനിടയില്ല. നശിപ്പിക്കപ്പെട്ട തെളിവുകളുടെ അഭാവത്തിൽ നീതി നിഷേധത്തിന്റെ ഇരയായി സിദ്ധാർത്ഥിനും ചരിത്രത്തിൽ അസ്തമിക്കുകയും ചെയ്യും.